ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്ത്യൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് റിതം കുമരകം എന്ന് പറയുന്ന റിസോർട്ടിലാണ്. നമ്മുടെ കുമരകത്തുള്ള ഒരു അടിപൊളി റിസോർട്ടാണ് റിതം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പൂളുള്ള ഒരു റിസോർട്ടാണ് റിതം കുമരകം എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും നമ്മളൊരു സൈഡ് ട്രക്കിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് തോന്നി. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു ലോൺ ഏരിയ സ്പേസ് ഇവിടെ ഉണ്ട്. ഫ്രണ്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഏരിയയാണ്, ഭയങ്കര വലിയൊരു പാർക്കിംഗ് സ്പേസ് ഇവിടെ ഇല്ല. റോഡിന് ഓപ്പോസിറ്റാണ് പാർക്കിംഗ് സ്പേസ് വരുന്നത്. അപ്പോൾ വന്ന് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. ശരിക്കും പഴയ ഒരു ട്രഡീഷണൽ ലുക്കാണ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അകത്ത് റിസപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിനകത്ത് തന്നെ ചെറിയൊരു ലോബി ഏരിയ എന്ന് പറയുന്നത് ആദ്യം കാണുന്ന ബിൽഡിങ്ങിനകത്താണ്. ഈ ലോബി ഏരിയ കൂടെ നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ്. ശരിക്കും ഈ റെസ്റ്റോറൻറ്റിൽ പോകുന്നതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു നല്ലൊരു ലോൺ സ്പേസ് ഉണ്ട്. ഒരു 40x20 ഒരു 30x20 സൈസ് കിട്ടുന്ന രീതിയിലുള്ള രണ്ട് ലോൺ സ്പേസും നമുക്ക് രണ്ട് സൈഡിലായിട്ടും ഉണ്ട്. ഇതിന് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാം ഒരു സെറ്റ് ഓഫ് റൂംസ് തന്നെയാണ് കേട്ടോ. റൂംസ് ഇവിടെ 3 ടൈപ്പ് ഓഫ് റൂംസ് ആണുള്ളത്. കയറി വരുമ്പോൾ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് റൂംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂൾ സൈഡ് റൂം എന്നുള്ള രീതിയിൽ, പൂൾ സൈഡ് വില്ല എന്നുള്ള രീതിയിൽ ഇവിടെ റൂംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. റെസ്റ്റോറൻറ്റ് ശരിക്കും ഒരു ഓപ്പൺ ടൈപ്പ് ഓഫ് റെസ്റ്റോറൻ്റ് ആണ്. നല്ലൊരു ഫീലാണ് ഇവിടെ. അത്യാവശ്യം തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. ഒരു AC യുടെ ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നപ്പോൾ വല്ലതായിട്ട് തോന്നിയില്ല. സാധാരണ ഒരിടത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു AC യുടെ ഒരു ഫീൽ ശരിക്കും വേണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഫീൽ നമുക്ക് തോന്നിയില്ല. അത്യാവശ്യം ഇത്രയും വലിയൊരു പൂൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു തണുത്ത കാറ്റ് എപ്പോഴും ഇവിടെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം വലിയൊരു പൂൾ പാർട്ടി വല്ലതും നടത്തണം എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പൂൾ വഴി സാധ്യമാകും. ഇപ്പം നടുക്ക് ഓൾറെഡി ഒരു മണ്ഡപം എന്നുള്ള രീതിയിൽ ഇവിടെ ഉണ്ട്. അപ്പം ചെറിയ അത്യാവശ്യം റിസപ്ഷൻസോ പ്രോഗ്രാംസോ ഡെസ്റ്റിനേഷൻ വെഡിങ്സിനോ ഒക്കെ പറ്റിയ അടിപൊളി ഒരു ഏരിയയാണ് ഈ ഒരു ചെറിയൊരു മണ്ഡപം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോറിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഡെക്കോർ ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ പൂളിൽ നമുക്ക് വേറെ എക്സ്ട്രാ പ്ലാറ്റ്ഫോംസ് ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡെക്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഈ പൂളിൻ്റെ സൈഡ് പിടിച്ച് നമ്മൾ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എൻഡിൽ കൂടെ നമുക്ക് കായലായിരിക്കും കാണുന്നത്. ഈ പോകുന്ന വഴിക്കെല്ലാം ലെഫ്റ്റ് സൈഡിൽ ഓരോ ചെറിയ ചെറിയ വില്ല പോലത്തെ റൂംസ് ഉണ്ട്. ഇതാണ് അവരുടെ ഒരു സ്പാ എന്ന് പറയുന്ന ഒരു ഏരിയ. ഭയങ്കര ക്ലിയർ വാട്ടറാണ് കേട്ടോ. കാരണം നമ്മൾ സാധാരണ ചില റിസോർട്ടിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പോലും തോന്നുന്നൊരവസ്ഥയാണ്. പക്ഷേ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കെടുത്ത് ചാടാൻ പറ്റുന്ന രീതിയിൽ തോന്നുന്ന രീതിയിലുള്ളൊരു വെള്ളമാണ് ഇവിടെ. ഇതിൻ്റെ എൻഡിൽ ശരിക്കും പറഞ്ഞാൽ 60x20 സൈസ് കിട്ടുന്ന രീതിയിലുള്ള ലോൺ ഏരിയ ആണുള്ളത്. ചെറിയ പ്രോഗ്രാംസൊക്കെ ഇവിടെ നമുക്ക് നടത്താനുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. ഈ സൈഡിൽ കാണുന്നതാണ് ഇവരുടെ ഒരു പൂൾ ഫേസിംഗ് ആയിട്ടുള്ള വില്ലാസ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വില്ലയിലൊക്കെ ഒന്ന് കയറി നോക്കാം എന്താണ് ഇതിനകത്തെ അവസ്ഥയെന്ന്. ഇവിടുത്തെ ബാത്റൂമിനകത്തോടെ കയറുവാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ കൺസെപ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ താഴെയിൽ ഉരുളൻ കല്ലുകളൊക്കെ ഇട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. ഇതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ പോകാനുള്ള സ്ഥലം. മുമ്പേ ഞാൻ ഫുൾ സൈഡിൽ കൂടെ ആയിരുന്നു പോയത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയുള്ള വഴിയാണിത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കും എല്ലാ റൂംസിൻ്റെ എൻട്രി ഇത് വഴിയാണ്. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് വേറൊരു റൂം കൂടെ ഒന്ന് കയറി നോക്കി. അതിൻ്റെ ഫ്രണ്ടേജ് ശരിക്കും പൂളിനോട് ചേർന്നാണ് ഫ്രണ്ടേജ് വരിക. പിന്നെ നമ്മൾ ആദ്യം കയറിയ ആ ലോബിയിലുണ്ടല്ലോ, ആ ലോബിയിൽ നിന്ന് സ്റ്റെപ്പ് കയറി റൈറ്റ് സൈഡിലോട്ട് കയറുമ്പോഴാണ് ഇവിടെ ഒരു ചെറിയൊരു ബാങ്കറ്റ് ഹാളുണ്ട്.
പെരിയാർ എന്നാണ് ഒരു ഹാളിൻ്റെ പേര്. അത്യാവശ്യം ഒരു 100 പേരുടെ ഫംഗ്ഷൻസൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹാളുണ്ട്. സംഗീത നൈറ്റോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഡോർ പ്രോഗ്രാംസോ മീറ്റിംഗ്സോ ഒക്കെ നടത്താനുള്ള ഒരു സ്ഥലം നമുക്ക് ഈ ഒരു ഹാളിനകത്തുണ്ട്. ഓൾറെഡി ഒരു പ്ലാറ്റ്ഫോമും പോഡിയമും ഒരു സൗണ്ട് സിസ്റ്റവും ഒക്കെ നിലവിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഞാൻ ഈ കയറിയ ബിൽഡിങ്ങിലും ഉണ്ട് കുറേ റൂംസ്. അപ്പോൾ ഇതിനകത്തെ റൂംസിനകത്ത് കയറി കഴിഞ്ഞാൽ പൂൾ വ്യൂ പൊളിയാണ് കേട്ടോ. നമ്മൾ മുമ്പേ പൂളിൻ്റെ അടുത്ത് പോയെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു വൈഡായിട്ട് നമുക്ക് കാണുന്ന രീതിയിലുള്ളൊരു വ്യൂ ആയിരിക്കും ഇവിടുന്ന് കിട്ടുക. അടിപൊളി. അപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു.